മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചും. ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ട് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ്. നമ്മളുടെ എക്സാം വ്ളോഗാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് എക്സാം ആണ്. കണ്ടില്ലേ, ഞാൻ ബുക്കൊക്കെ എടുത്ത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കാൻ ബുക്കുണ്ട്, ഗൈഡ് ഉണ്ട്, വെള്ളമുണ്ട്. ഫസ്റ്റത്തെ ദിവസം മാത്രമേ ഇതൊക്കെ കാണുള്ളൂ. ഭയങ്കര ഉസാറോടെ ഭയങ്കര ഇതായിട്ടൊക്കെ ആയിരിക്കും പഠിക്കാൻ തുടങ്ങുക. പിന്നെ പോകെ പോകെ നിങ്ങൾ തന്നെ നോക്കിക്കോളി. നമ്മളുടെ 5 എക്സാമും തീരണത് വരെയുള്ള ഓരോ ദിവസത്തെ വീഡിയോ ക്ലിപ്സും ഞാൻ എടുത്തു വെച്ചിരിക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എക്സാമിൻ്റെ തലേ ദിവസമാണ് ഇരുന്ന് പഠിക്കുന്നത് കേട്ടോ. പഠിച്ച് റങ്ക് കണ്ട് കയറുമ്പോൾ പിന്നെ എൻ്റെ സ്ഥലം അങ്ങോട്ട് മാറാൻ തുടങ്ങും. നിലത്തിരുന്ന ഞാൻ പിന്നെ സോഫയെ കയറി ഇരിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിച്ച് സമയം ഏകദേശം ഒരു 10 മണിയായി. 10 മണി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തല ഇങ്ങനെ പെരുക്കാണ്. ഇങ്ങനെ രാവിലെ തൊട്ട് പഠിക്കാൻ തുടങ്ങുകയാണല്ലോ. ആദ്യ എക്സാം ആകുമ്പോഴേക്കും ഞമ്മക്ക് ഭയങ്കര റങ്കുമായിരിക്കും. കാരണം പഠിച്ച് മല മറിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അങ്ങനെ രാത്രിയായി. എല്ലാവരും കടന്നുറങ്ങി തുടങ്ങി. എല്ലാവരും ഫുഡും കഴിച്ച്. എനിക്ക് മാത്രം ഒരു തേങ്ങയില്ല. ഞാനിഞ്ഞ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം കുറേ നേരമല്ലേ ഇരുത്തിരിക്കണേ. മൊത്തത്തിൽ ആകെ ടയേർഡായിട്ടോ. നാളെ രാവിലെ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ഇതെനിക്ക് പോകുമ്പം ഉള്ള വണ്ടിക്കൂലിയാണ്. തിരിച്ചു വരുമ്പം വേറെ 30 റുപ്യ വേണം ഗൈസ്. പിന്നെ ഇതെനിക്ക് എൻ്റെ ഒരു ഫോട്ടോ ആണ്. കണ്ടു, പഴയൊരു ഫോട്ടോ ആണ്. ഇതെനിക്ക് ഹാൾ ടിക്കറ്റിൽ ഒട്ടിക്കാനാണ്. ഹാൾ ടിക്കറ്റ് അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുള്ളത്. പിന്നെ നമുക്ക് പെൻസിലും പേനൊക്കെ എടുക്കണം. ഇഷ്ടംപോലെ പെൻസിലും പേനൊക്കെ എൻ്റെ അടുത്തുണ്ട്. കണ്ടു, അതാണ്ടേ ഈ കാണുന്നത് മൊത്തം പെൻസിൽ പേന. കണ്ടു, ഇവിടെ കുറേ പെൻസിലുണ്ട്, ഇവിടെ കുറേ പേനകളുണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട്. അപ്പം അതിന് നമുക്ക് ഒന്ന് സ്കെയില് ആവശ്യമുണ്ട്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സ് ആയതുകൊണ്ടേ നമുക്ക് വരക്കാനൊക്കെ അത്യാവശ്യം വരും. ഒരു പെൻസിൽ എടുക്കാം. ഞാൻ ഓർമ്മിച്ച് സെറ്റ് ചെയ്ത് വെച്ചൊരു പെൻസിലാണ്. ഈ ഒരു പെൻസിൽ എടുക്കാം. ദെൻ ഒരു എറേസർ വേണം, അതെടുക്കാം. പെന്ന് വേണം. പെന്ന് ഇതൊരു നല്ല പെന്നാണ്. ഇതും എല്ലാം നല്ല തന്നെ. എല്ലാം ഫുള്ള് ഇങ്കുള്ള നല്ല പേനകളാണ്. നമുക്കൊരു ബ്ലാക്കും 2 ബ്ലൂ എടുക്കാം. ബ്ലൂ വെച്ചിട്ടായിരിക്കും ഞാൻ ഇത്. ബ്ലാക്ക് നമുക്ക് സബ്മിറ്റിങ് ചെയ്താനാണ്. അപ്പോൾ ഞാൻ ഇത് 3 പേനകൾ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഇപ്പം നമുക്കൊന്നും ആവശ്യമില്ലല്ലോ. വേറെ ഒന്നും ആവശ്യമില്ല. സോ നമുക്ക് തീർത്തോളം മടക്കി വെക്കാം. ഓക്കെ, ഇതാണ് ബാഗൊക്കെ ആകപ്പാട് പൊയ്ക്കണ് ഗൈസ്. അപ്പം ഞാൻ സാധനങ്ങളെല്ലാം ഇതിനുള്ളിലോട്ട് ഇട്ട് വെക്കും. അതിനുശേഷം ഞാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒച്ചട്ട് പഠിച്ചിൻ്റെ സൗണ്ടൊക്കെ പൊയ്ക്കണം. അപ്പം എനിക്കിത് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. ഹാൾ ടിക്കറ്റ് അവിടെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. ബുക്ക് പിന്നെ രാവിലെ കൊണ്ടുപോകണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ. എന്തോ ഭാഗ്യത്തിന് 5 മണിക്ക് അലാറം അടിച്ചപ്പോൾ ഞാൻ എണീച്ചു. സാധാരണ 5 മണിക്ക് എത്ര അലാറം അടിച്ചാലും ഓഫാക്കി കടന്നുറങ്ങുന്നല്ലാതെ നീച്ചലില്ലേനു. നീച്ച് നോക്കുമ്പോൾ നല്ല ഇരുടാണ്. പിന്നെ ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ. പ്രത്യേകിച്ച് നമ്മളെ ഈ ഭാഗത്ത് നല്ല തണുപ്പാണ്. കാരണം അപ്പുറത്ത് പുഴയും വയലും ഒക്കെ പാടായതുകൊണ്ട് ഭയങ്കര കാറ്റും. അതുകൊണ്ട് നമുക്ക് തീരെ നീച്ചാൻ വയ്ക്കില്ല. ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് എണീച്ച് കുറച്ച് നേരം ഇന്ന് പഠിച്ചു ഗായ്സ്. അപ്പൊ ഗൈസ്, പഠിത്തവും ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ എക്സാമിന് പോവുകയാണ്. യൂണിഫോം ഒക്കെ ഇട്ടു, ടാഗ് ഒക്കെ ഇട്ടു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എടുക്കുക, നേരെ പോവുക, താഴെ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ കോളേജിൽ പോവുക.
ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ട്. കാരണം അവിടെ ഇവിടെ ആയിട്ട് എന്തൊക്കെയോ പഠിച്ചിക്കണ്, ഓർമ്മയിൽ നിൽക്കണില്ല ഒന്നും. അതാ പ്രശ്നം. ഇന്നലെ ഞാൻ കുറെ പഠിച്ചു, ഇന്നെത്തിയപ്പോ ഒന്നും ഓർമ്മയിലില്ല. അങ്ങനെ എന്തൊക്കെയോ ഒരു കുറെ പ്രശ്നങ്ങൾ, കുറെ അവിടെ ഇവിടെയൊക്കെ ഓർമ്മ ഉണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ട്. പിന്നെ പിന്നെ നമ്മളതാണ്ട് റെഡി ആവുമായിരിക്കും. അപ്പൊ ഏതായാലും ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാനൊന്നും പറയണില്ല, കാരണം എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഞാൻ നേരെ പോയിട്ട് എക്സാം ചെയ്തിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉമ്മാനോട് യാത്രയും പറഞ്ഞ് നെവീനും കൂട്ടി ഞാൻ നേരെ ഇറങ്ങി. കോളേജിൽ പോണ വഴിക്ക് നെവീനെ സ്കൂളിലാക്കി കൊടുക്കണം, അതാണ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതാ നമ്മൾ നേരെ പോയി. കുറച്ച് നേരത്തെ പോയിട്ടോ, കാരണം എനിക്ക് ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഒട്ടിക്കണം, സാറ് സൈനും വാങ്ങി സീലും വാങ്ങി, എല്ലാം ഓക്കെ ആണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഹാള് കണ്ടുപിടിക്കുക, നേരെ പോയിട്ട് എക്സാം എഴുതുക, അതാണ് അടുത്ത പരിപാടി. അപ്പം ഞാൻ പോയി എക്സാം എഴുതിയിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മളുടെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ വർക്കിന് കയറിട്ടത്. അപ്പോൾ വൈകുന്നേരം ആയത്, ഉച്ചക്ക് കഴിഞ്ഞിരിക്കണ എക്സാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് എക്സാം ഡേ. പെരക്കാരി ഇരിക്കണ്ടാവും എല്ലാവരും എനിക്ക് പ്രാന്താണെന്ന്, ഇമ്മാരി കുട്ടികൾ റോട്ടിൽ നിന്ന് കാണിച്ചിട്ട് പോയിട്ട്. ഫസ്റ്റ് എക്സാമിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ വെരി 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 ബാഡ് ആയിരുന്നു ഗൈസ്. കാരണം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് വേറെയും വന്ന ക്വസ്റ്റ്യൻസ് അത് വേറെയായിരുന്നു. ഞാൻ കണ്ടുപോലും പരിചയമില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ എഴുതി വെച്ചിക്കണം. പാസ്സായാൽ മതി. സപ്ലിയും കൊണ്ട് പെരയെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പച്ച് താലപ്പൊലൊന്നും എടുത്തിട്ടായിരിക്കുമല്ലോ ആനയിക്കാം, വടി എടുത്തിട്ടായിരിക്കും ആനയിക്കാം. അപ്പോൾ ഏതായാലും ഫസ്റ്റ് എക്സാം കംപ്ലീറ്റഡ്. ഇനി രണ്ടാമത്തെ എക്സാമിന് കാണാം. അടുത്തത് എക്സാം നമ്പർ 2. ഇന്ന് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ എക്സാമിനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ ഞാനിനിയിപ്പം എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്നൊക്കെ തുടങ്ങണം എന്നൊരു പിടുത്തല്ല ഗൈസ്. അങ്ങനെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. ഇനി സെക്കൻഡ് എക്സാം. ഫസ്റ്റ് എക്സാം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ടഫ് ആയിരുന്നു. ആ പഠിത്തം ഞാൻ ഇന്ന് പഠിച്ചാൽ ഇന്ന് തീരൂല. കാരണം ഞാൻ ഒരു യൂണിറ്റ് പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ യൂണിറ്റ് പഠിച്ചു. അപ്പോഴേക്കും സമയം എന്തോ വാശിക്കാരൻ വരെ ഓടുകയാണ്. അപ്പോഴേക്കും രാത്രിയായി. പിന്നെ 4ഉം 5ഉം മൂന്നാമത്തെ യൂണിറ്റ് ഇങ്ങനെ വരെ വെറുതെ മറിച്ചിട്ടിട്ട് പോയിക്കാണ്. അതുകൊണ്ട് ഞാൻ നല്ല തേഞ്ഞ അവസ്ഥ ആയിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചു. പിന്നെ റെക്കോർഡ് എന്തിനാന്ന് വെച്ചാൽ എഴുതി പഠിക്കാനാട്ടോ. കാരണം നമ്മൾ റെക്കോർഡിന്റെ ഈ വശം കണ്ടോ ഫ്രീ ആയിരിക്കും, ഈ വശത്ത് മാത്രമേ സാധനം ഉണ്ടാവുള്ളൂ, വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തേന്ന്, നാലാമത്തേന്ന്, അഞ്ചാമത്തേന്ന്, അങ്ങനെ ആദ്യം 5 ക്വസ്റ്റ്യൻ പഠിക്കും, പിന്നെ അടുത്ത 5 ക്വസ്റ്റ്യൻ പഠിക്കും. അപ്പൊ എല്ലാ യൂണിറ്റും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് പോകുമല്ലോ. പക്ഷേ ആ പഠിച്ച 5-6 ക്വസ്റ്റ്യൻ ഒന്നും വരരുത്, അല്ലാത്ത ക്വസ്റ്റ്യൻ എല്ലാം വരണം. അപ്പൊ നല്ല തേഞ്ഞ അവസ്ഥയാവും. എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ പരീക്ഷണങ്ങളും പരീക്ഷ സമയത്താണ് കേസ് നടത്തുന്നത്. അപ്പൊ ഏതായാലും പഠിക്കാൻ പോട്ടെ. കുറച്ച് ടയേർഡായി, കാരണം ഇന്നലെയും മിഞ്ഞാന്നും കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ച് പോയി എഴുതിയില്ല. അതിന്റെ ഒരു ടയർഡ്നെസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നേരെ പോവാം, ബാ. അങ്ങനെ അന്നും ഞാൻ രാവിലെ 5 മണിക്ക് വെളിച്ചം വരുന്നതിന് മുമ്പ് നീച്ചു ഗൈസ്. അതും മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കട്ടുമ്മലാണെങ്കിൽ പഠിക്കണോണ്ട് എല്ലാം വാരി വലിച്ച് വെതറി വാരി ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ നിലത്താണ് കടന്നത്. കട്ടുമ്മ കടക്കാൻ സ്ഥലം വേണ്ടേ ഇനി. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ രണ്ടാമത്തെ എക്സാം ആണ്. ഇന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. കഴിഞ്ഞ എക്സാം പോലെ ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ടെൻഷൻ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, ടെലിഗ്രാം, അങ്ങനെ ഇതിനെ പറ്റിയൊക്കെ എഴുതുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം കൺഫ്യൂഷൻ ആണ് എവിടൊക്കെ എന്തൊക്കെ എഴുതണം, എങ്ങനെയൊക്കെ എഴുതണം. പിന്നെ കഥ അടിച്ചു വിടാൻ പണ്ടേ ഞാൻ ഉഷാറാണല്ലോ. ഞാൻ ഇന്നലെ കുറെ പ്ലാനൊക്കെ ചെയ്തില്ലേ, അതുമാതിരി പഠിച്ചിട്ട് തീർന്നില്ല ഗൈസ്. എവിടെ എത്തിയില്ല. അവിടെ ഇവിടേക്ക് ആയിട്ട് 2-3 ഇന്നും പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സമയം ഇരിക്കണം. നേരെ കോളേജിൽ പോട്ടെ. അടുത്ത എക്സാം ആണ്, പോയി എഴുതിയിട്ട് വരാം. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ റിവ്യൂ പറഞ്ഞിരങ്ങൾക്കും. അപ്പൊ ടാറ്റാ. ഈ ഡിസംബർ കാലമായതുകൊണ്ട് തന്നെ ഒടുക്കത്തെ മഞ്ഞാണ് ഈ രാവിലെ തന്നെ. കോടയുമാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഈ വണ്ടിയിലും കൂടി പോകുമ്പോൾ ആ കാറ്റും കൂടി അടിച്ചിട്ട് തണുത്ത് വിറക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റും കയ്യിൽ പിടിച്ചിട്ട് ഹാളും തപ്പി തിരഞ്ഞ് നടക്കണം. നമുക്ക് ഡെയിലി ഹാൾ ഇങ്ങനെ മാറും കേട്ടോ. അങ്ങനെ ഹാളൊക്കെ കണ്ടുപിടിച്ച് സാധനങ്ങളൊക്കെ എടുത്തിരുന്ന് എക്സാം എഴുതി. അങ്ങനെ ഗൈസ് നമ്മളെ രണ്ടാമത്തെ എക്സാമും ഇന്നത്തോടെ തീർന്നിക്കണേ.
ഇന്നത്തെ എക്സാം റിവ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇന്നലത്തേനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇപ്പം കുറച്ച് ഇന്നലത്തെ പഠിച്ചതിനേക്കാൾ കുറച്ച് തോനെ ഇന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടേ ഇരിക്കാം മേ ബി. പിന്നെ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണാത്ത ക്വസ്റ്റ്യൻ ഒന്നുമല്ല, കുറച്ചൊക്കെ ഞാൻ കണ്ട ക്വസ്റ്റ്യനാണ്. പക്ഷെ മിഞ്ഞാന്ന് ഒരു ചതിച്ചതാണ് ഗൈസ്. ഒരുമാതിരി കാണാത്ത ക്വസ്റ്റ്യൻ, വൺ വേർഡ് ഒന്നും ഞാൻ അറിയാത്ത കുറേ എണ്ണാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പം കുഴപ്പമില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊരു 30 പേജൊക്കെ എഴുതിയിരിക്കണേ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് നാളത്തെ എക്സാം. അപ്പം ഇന്നത്തെ എക്സാം ഡെയിൻ. അങ്ങനെ നമ്മുടെ എക്സാം നമ്പർ 3 ആണ്. ഇനി നമുക്ക് വരാൻ പോണ എക്സാം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി ആണ്. ഇടയിൽ ലീവും പിന്നെ അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് എക്സാമും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ലൈബ്രറി കയറി. കുറേയൊക്കെ അതിൻ്റെ ഞാൻ ലൈബ്രറിയിൽ ഇരുന്നിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഗൈസ്, ഇത്രയും നേരത്തെ ഞാൻ ആകെ കോളേജിൽ ഇറങ്ങിയ എക്സാമിൻ്റെ സമയത്താണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി 8:10 ആയിട്ടുള്ളൂ. ഞാൻ സാധാരണ 8:45 9 മണിക്കാണ് ഇറങ്ങുള്ളത്. ഇപ്പോൾ കുറച്ച് നേരത്തെ പോയിട്ട് ഹാളൊന്നും നമുക്ക് മാറ്റി മാറ്റി ഇടുന്നതുകൊണ്ട് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചൊരു പണിയുള്ള കാര്യമാണ്. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് നമുക്കൊന്ന് പഠിക്കണം, പഠിച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. എക്സാം ഈസി ആണോയെന്ന് അറിഞ്ഞുകൂടാ. കാരണം 2-3 ദിവസമായിട്ട് ഉമ്മാക്ക് നല്ല പനിയാണ്. തീരെ വയ്യായിരുന്നു. ഉമ്മാക്കും വയ്യ, നെവിക്കും വയ്യ. അപ്പം അത് ഉമ്മാനെയും നെവിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കലൊക്കെ ആയിട്ട് കുറച്ച് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക് ആ ഒരു ദിവസം കൊണ്ട്. ബട്ട് ഇത് സിമ്പിൾ സബ്ജക്റ്റ് ആണോന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. ഇതെടുത്തുകൊണ്ട് ഇന്ന് സാറിന് പെട്ടെന്ന് വയ്യാണ്ടായിട്ട് കുറച്ച് ലീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് PDF കാര്യങ്ങളൊന്നും ഫുള്ള് കിട്ടിയിട്ടില്ല എല്ലാ ചാപ്റ്ററിൻ്റെയും. അപ്പോൾ എന്താവും അറിഞ്ഞുകൂടാ. എന്നാലും അറിയാവുന്നത് വെച്ചിട്ട് നമ്മളുടെ ഇപ്പം ഡേ ടു ഡേ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കണ വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി തീർക്കണം എന്നുണ്ട്. അപ്പം നേരെ പോയിട്ട് എക്സാമിന് നല്ല തണുപ്പുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ടേ, അല്ല ഡിസംബർ അടുക്കാനായതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ തന്നെ ഭയങ്കര തണുപ്പാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഞാൻ നേരെ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാം ഗൈസ്. പോണ വൈക്കലൊക്കെ ആണെങ്കിൽ സൂര്യകാന്തി ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നണേ ഈ ഒരു ടൈമായിരിക്കും സൂര്യകാന്തി മൊത്തം വിരിഞ്ഞിരിക്കുന്ന സമയം. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് സൂര്യകാന്തി പൂ ഉണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനിങ്ങനെ. പിന്നെ ഫുള്ള് കോടയും മഞ്ഞൊക്കെ ആയിട്ടിരുന്നു. ഞാൻ പിന്നെ എക്സാം എഴുതാൻ കയറുമ്പോഴുള്ള വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ലെന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ഗൈസ്, എക്സാം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പഠിച്ചവർക്ക്. ഞാൻ പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ഒന്നുമേ തെരിയല്ലേ. എന്നാലും തട്ടിക്കൂട്ടി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഷനുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. സൂര്യകാന്തികളൊക്കെ ഫുള്ള് പൂത്ത് നിൽക്കുന്ന സമയം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നത്തെ എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ബട്ട് എൻ്റെ ആൻസർ ഷീറ്റിൽ എനിക്ക് കുറച്ച് കഷ്ടമായിരുന്നു പഠിക്കാത്തത് കൊണ്ട് മാത്രം. ബട്ട് കോൺഫിഡൻസ് കുറച്ച് കുറവുണ്ട് ഗൈസ്. എനിക്ക് ടെൻഷനുണ്ട്. എന്നാലും ഇന്നത്തെ എക്സാമും അങ്ങനെ നമ്മുടെ 4ാമത്തെ എക്സാമും കൂടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഡാറ്റ അനാലിറ്റിക്സ് ആണ്. കഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നേ വരെ ഒരു എക്സാമിന് ഇൻറ്റേർണലിനും മോഡലിനും ആ ഒരു സബ്ജക്റ്റ് എഴുതിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കഷ്ടമായിരുന്നു. പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ 4ാമത്തെ എക്സാം അത് എഴുതാനായിട്ട് പോവുകയാണ്. കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറേ ഒന്നും പറയാനില്ല ഗൈസ്. ആദ്യത്തെ എക്സാമിൻ്റെ ഉഷാറൊന്നുമില്ല. 4ാമത്തെ ആയപ്പോഴേക്കും ഭയങ്കര ടയേർഡായി. പഠിച്ച് മടുത്തു. നമ്മുടെ ഇതൊക്കെ പോയി എഴുതിയിട്ട് വരാം. മുന്നേ ഉള്ള പോലത്തെ ഉഷാറൊന്നുമില്ല ഗൈസ്. വ്ളോഗ് എടുക്കാനാണെങ്കിൽ എല്ലാത്തിനും ഉറക്കം വെച്ചിരുന്ന് ഇങ്ങനെ പഠിച്ച് ക്ഷീണിച്ച് വന്ന് തുടങ്ങി. ഐ തിങ്ക് ഇനി ഒരു എക്സാമും കൂടി ഉള്ളൂ. 29-ാം തീയതിയോടെ എക്സാം ഓവർ. അങ്ങനെ ഗൈസ്, ഒരു 1-2 ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ 5ാമത്തെ എക്സാമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫൈനൽ എക്സാമാണ് ഇന്നത്തെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോബോട്ടിക്സ്, പ്രോസസ് ആൻഡ് അനാലിറ്റിക്സ്, RPA. തീരെ വയ്യ. കാരണം ആ ഒരു 1 വീക്ക് കൊണ്ട് നല്ല ടയേർഡായി. ഒട്ടും വയ്യ. പഠിക്കാനൊക്കെ ഭയങ്കര മടിയായി തുടങ്ങി. വലിയ ഉഷാറൊന്നുമില്ല. ആകെ ഒരു അരമണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ നിർത്തും. രാവിലെ നീച്ച് പഠിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്.
ഗായ്സ്, ഇത് നമ്മളുടെ ഫൈനൽ എക്സാം, ലാസ്റ്റ് എക്സാം. ഇന്നത്തെ വലിയായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല, നല്ല ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് ഇന്നത്തതും കൂടി കഴിഞ്ഞാൽ ടോട്ടലി കഴിഞ്ഞു. നേരെ വീട്ടിൽ പോകുന്നു. കുറേ ദിവസത്തെ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാനുണ്ട്. പോട്ടെ ഗൈസ്, ഫൈനൽ എക്സാമും കൂടി എഴുതി വന്നിട്ട് നമുക്ക് കാണാം. എന്നും ഏകദേശം ആരും ഇല്ലാത്ത സമയത്തൊക്കെ തന്നെ കേട്ടോ ഞാൻ കോളേജിൽ എത്താൻ വരുമ്പോൾ ആരും ഉണ്ടാവില്ല. കോളേജ് ഇങ്ങനെ ശൂന്യമായി കിടക്കും. അനു മാത്രം വന്നിട്ടുണ്ടാവുള്ളൂ. ഇന്ന് പക്ഷേ കോളേജിൽ വന്ന് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ടിരിക്കും എനിക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു സങ്കടവും ഒരു മിസ്സിങ് ഒക്കെ വന്ന്. കാരണം ഇന്ന് ഫൈനൽ ഡേ ആണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇന്റേൺഷിപ്പ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മുടെ ലാസ്റ്റ് എക്സാമും കൂടി തീർന്നിക്കുകയാണ്. മൊത്തത്തിൽ എക്സാമുകളൊക്കെ അങ്ങ് തീർന്ന് കിട്ടി ഗൈസ്. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ടുണ്ട്. ഇനി റിസൾട്ട് വരുന്നത് വരെ ടെൻഷൻ അടിച്ചിരിക്കണം, അതും കൂടി കഴിഞ്ഞാൽ സമാധാനം. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ എക്സാമുകളെല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോയിട്ടുള്ള പണി എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ എക്സാം കുഴപ്പമില്ലായിരുന്നു ഗൈസ്, വലിയ മെച്ചമൊന്നുമില്ല, എല്ലാം വലിയ മെച്ചമൊന്നുമില്ല. കാരണം സെക്കൻഡ് ഇയർ ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി ക്ഷീണിച്ച് തുടങ്ങിയില്ലേ. അപ്പോൾ ആ തുടക്കത്തിൽ ഒരു ഉഷാറൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തതും കൂടി കഴിഞ്ഞു ഗൈസ്. അപ്പം വീട്ടിൽ പോയിരിക്കണം. ഇങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോയിട്ട് എനിക്കൊരു പണിയുണ്ട് കാണിച്ചു തരാന്ന്. അത് ഇതാണ്. എത്രയോ ദിവസത്തെ ഉറക്കങ്ങൾ ഞാൻ ഇന്നേ ദിവസം ഉറങ്ങി തിരിഞ്ഞും മറിഞ്ഞും ആ ദിവസം ഫുൾ ഉറങ്ങി തീർത്തു ഗൈസ്. നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. അതോടെ നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. നമ്മുടെ എക്സാംസ് ഒക്കെ തീർന്നു. ഇനി ഇന്റേൺഷിപ്പും പ്രൊജക്റ്റും ആണ്. അത് വീട്ടിലിരുന്ന് ചെയ്താൽ മതി, കോളേജ് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കാരണം നമ്മുടെ കുറേ തിരക്കുകളൊക്കെ അങ്ങ് ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ എക്സാം സമയത്ത് ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ.